നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. തെരുവ് വിളക്കില്ലാതെ ഇരുട്ടിലായ ചെറുമുക്ക് തിരൂരങ്ങാടി റോഡിലെ പള്ളിക്കത്തായത്ത് മന്ത്രിയുടെ ജില്ലാ അദാലത്തിലൂടെ വെളിച്ചമെത്തുന്നു. കഴിഞ്ഞ ദിവസം തദ്ദേശ വകുപ്പ് മന്ത്രി എം.പി. രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന മലപ്പുറം ജില്ലാ അദാലത്തിലാണ് പള്ളിക്കത്തായം ഭാഗത്ത് തെരുവിളക്ക് സ്ഥാപിക്കുവാൻ നടപടിയായത്. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ നൽകിയ പരാതിയിലാണ് നടപടി. ചെറുമുക്ക് തിരൂരങ്ങാടി റോഡിൽ പള്ളിക്കത്തായം റോഡ് നിലവിൽ വന്നതു മുതൽ ഇവിടെ തെരുവിളക്ക് ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ മുഖ്യമന്ത്രി, തദ്ദേശ വകുപ്പ് മന്ത്രി, ജില്ലാ കലക്ടർ, തിരൂർ RDO, ADM എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. പരാതിക്ക് മറുപടി ലഭിച്ചിരുന്നുവെങ്കിലും തുടർ നടപടി വരാത്തതിനെ തുടർന്ന് വീണ്ടും പരാതി നൽകുകയായിരുന്നു. ശേഷം തദ്ദേശ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് അദാലത്തിൽ പരാതി പരിഹരിക്കുകയായിരുന്നു. നഗരസഭ KSEBയിൽ തുക അടച്ചിട്ടുണ്ടെന്നും ഉടൻ ലൈൻ വലിക്കുമെന്നും KSEBയിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. വാർഷിക പദ്ധതിയിൽ പ്രൊജക്റ്റ് വെച്ച് 15 ലക്ഷം രൂപ തെരുവിളക്കുകൾക്ക് വകയിരുത്തിയിട്ടുണ്ട്. നിരവധി സഞ്ചാരികൾ എത്തുന്ന സ്ഥലമായ ഭാഗത്ത് സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതിന് തിരൂരങ്ങാടി നഗരസഭ KSEBയിൽ തുക അടവാക്കിയിട്ടുള്ളതാണെന്നും കേബിൾ, അനുബന്ധ സാധനങ്ങൾ എന്നിവ ലഭ്യമായ ഉടനെ സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതാണെന്നും KSEBയിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുള്ളതായും സ്ട്രീറ്റ് മെയിൻ വലിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ വർഷങ്ങളോളമായിട്ട് പോകുന്ന റോഡ് നിലനിൽക്കുന്നുവെങ്കിലും ഇതുവരെ സ്ട്രീറ്റ് ലൈറ്റിൽ സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാത്രിയിൽ പല പ്രശ്നങ്ങളും, സാമൂഹ്യ വിരുദ്ധരുൾപ്പെടെയുള്ള പല ബുദ്ധിമുട്ടുകളും നാട്ടുകാർ നേരിടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉന്നയിച്ചിട്ടും അത് പരിഹരിക്കാതെ ഒരവസ്ഥയുണ്ടായി. നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു കൂട്ടായ്മയായിരുന്നു ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മ. ഈ കൂട്ടായ്മ ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി, അതുപോലെ ജില്ലാ കലക്ടർ, നഗരസഭ അധികൃതർ, അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകിയിട്ടും അതിന് പരിഹാരം കാണാതിരുന്നപ്പോൾ വീണ്ടും ഈ പരാതിയുമായി നാട്ടുകാരൻ കൂട്ടായ്മ രംഗത്തിറങ്ങുകയും അത് സജീവമായി പരിഗണിക്കാനായി നമ്മുടെ ജില്ലാ തദ്ദേശ സ്വയം വകുപ്പ് സെക്രട്ടറി നിർദ്ദേശം നൽകുകയും അതിനടിസ്ഥാനത്തിൽ പ്രത്യേക അദാലത്തിൽ 15 ലക്ഷം രൂപ സ്ട്രീറ്റ് ലൈറ്റിൽ സ്ഥാപിക്കുന്നതിനായി അംഗീകരിച്ചതായുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ചെറുമുക്ക് പള്ളിക്കത്തായം തിരൂരങ്ങാടി റോഡിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ സഞ്ചാരികൾ എത്തുന്നുണ്ട്. റോഡിൻ്റെ ഇരുവശവും വയലുകളാണ്. ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് കാറ്റും കൊണ്ടിരിക്കാൻ നിരവധി പേര് ഇവിടെ എത്തുന്നുണ്ട്. ഇതുവഴി പോകുന്ന വാഹനയാത്രക്കാരും ഇവിടെ ഇറങ്ങി ഏറെ നേരം കഴിഞ്ഞാണ് പോവുക. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയായി വയലിൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ കാണാൻ വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് സഞ്ചാരികൾ എത്താറുണ്ട്. തിരൂർ, താനൂർ, പൊന്നാനി ഭാഗങ്ങളിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കും താലൂക്ക് ആസ്ഥാനമായ ചെമ്മാട് ഭാഗത്തേക്കും നിരവധി വാഹനങ്ങളാണ് രാത്രികാലങ്ങളിൽ ഇതുവഴി പോകാറുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.